സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. വലിയൊരു തട്ടിപ്പാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ കവർച്ച എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലുമെല്ലാം നമ്മൾ കരുതലോടെ തന്നെ ഇരിക്കുക. ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നത് മുതിർന്ന പൗരന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മളുടെ അക്കൗണ്ടിലുള്ള പണം OTP ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വിളിക്കും, അവർ കൈക്കലാക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സേവിങ്സ് അല്ലെങ്കിൽ നമുക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരുതൽ ശേഖരമായിട്ട് വെച്ചിരിക്കുന്ന നമ്മളുടെ അക്കൗണ്ടിലെ പണം അത് ഒരു ചില്ലിക്കാശ് പോലുമില്ലാതെ തട്ടിപ്പുകാർ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കുക. നമ്മളുടെ സംസ്ഥാനത്ത് സർവീസ് പെൻഷൻ വാങ്ങുന്നവരെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റേത് പെൻഷൻ ആയിക്കോട്ടെ, എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന തീർച്ചയായിട്ടും വ്യക്തികളെല്ലാവരും, ഗുണഭോക്താക്കളെല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. നിലവിൽ സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന മുതിർന്ന പൗരന്മാർ തന്നെയാണ്. അതായത് നിലവിൽ നമ്മളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ വിളിക്കുന്നത്. ജീവൻ പ്രമാൺ പത്രയിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ എല്ലാ വർഷങ്ങളിലും ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മസ്റ്ററിങ് കാര്യങ്ങൾ പൂർത്തീകരിക്കാറുണ്ട്. അപ്പോൾ ഈ മസ്റ്ററിങ്ങിൻ്റെ അപ്ഡേഷൻ എന്ന തരത്തിൽ തന്നെ ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് എന്ന രീതിയിൽ തട്ടിപ്പുകാർ സംസാരിക്കുന്നത്. ഇവർ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൈക്കലാക്കിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ ഡീറ്റെയിൽസ് ഏത് രീതിയിലാണ് ലഭിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുക. നിലവിൽ നമ്മൾ സർക്കാർ സർവീസിൽ പ്രവേശനം ആരംഭിച്ച ആ ഒരു തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ വിരമിക്കൽ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ആധാർ നമ്പർ, നമ്മളുടെ സ്ഥിരമായ മേൽവിലാസം, നമ്മളുടെ ഇമെയിൽ ID, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശേഷം ഇവർ നമ്മളെ, അതായത് പെൻഷൻ ഡയറക്ടറേറ്റിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ശരിയല്ലേ ഇതൊക്കെ ഒന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമാറുന്നതുകൊണ്ട് തന്നെ പെൻഷൻ ഡയറക്ടറേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഉന്നത തലത്തിൽ നിന്നുള്ള വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതെന്ന് കരുതി നമ്മൾ ഇതെല്ലാം തന്നെ ഓക്കെ പറയുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പുകാരോട് സഹകരിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് തുടർന്ന് ഇതിൻ്റെ വേരിഫിക്കേഷൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മളുടെ ഫോണിലേക്ക്, രജിസ്റ്റർ ആയിട്ടുള്ള ഫോണിലേക്ക് ഒരു OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയച്ചിട്ടുണ്ട് എന്നും അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇവർ ആവശ്യപ്പെടുകയും ചെയ്യും. നിലവിൽ ബാക്കി വിവരങ്ങൾ, അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ഇവർ നമ്മളുടെ വിശ്വസ്തത പിടിച്ചു പറ്റുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവർ ഉദ്യോഗസ്ഥരായിരിക്കും എന്ന തെറ്റിദ്ധാരണയിൽ നമ്മളുടെ ഫോണിലേക്ക് അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ്, അതിനുവേണ്ടിയുള്ള OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയാണോ ആ തുക പൂർണ്ണമായിട്ടും തട്ടിപ്പുകാർ കൈക്കലാക്കുന്നു. അതും പെൻഷനർ അറിയാതെ തന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് തുക പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസേന 2000 മുതൽ 2500 വരെ കംപ്ലൈൻറ്റുകളാണ് എത്തിച്ചേരുന്നത്. ഇതിൽ 90% 1 ലക്ഷത്തിൽ താഴെയുള്ള പരാതികളാണ്, 1 ലക്ഷം രൂപയിൽ താഴെ നഷ്ടപ്പെട്ടുള്ള പരാതികളാണ് വരുന്നത്. എങ്കിലും എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതുമാത്രമല്ല, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും തട്ടിപ്പ് നടന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ കൃത്യമായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെട്ട പണം അത് തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ആദ്യഘട്ട പരാതി രജിസ്റ്റർ ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 1930 എന്ന സൈബർ സെൽ നമ്പറിലാണ്. തുടർന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ വേണ്ട ബാക്കി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി തട്ടിപ്പിനിരയായവർ ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോളുകളോട് ജാഗ്രത പുലർത്തുക. പെൻഷൻ ഡയറക്ടറേറ്റിൽ നിന്ന് എന്ന തരത്തിലുള്ള കോളുകളൊന്നും തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ പക്കലേക്ക് ഈ രീതിയിൽ എത്തുന്നതല്ല. അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, ഈ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.